തിരുവനന്തപുരം അഞ്ചുതെങ്ങിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചെന്ന് പരാതി. പ്രതിദിനം 5 സർവീസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു സർവീസ് മാത്രമാണ് നിലവിലുള്ളത്. സ്കൂൾ കുട്ടികളും മത്സ്യത്തൊഴിലാളി സ്ത്രീകളും ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി യാത്രക്കാർ ഇതോടെ പ്രതിസന്ധിയിലാണ്. നേരത്തെ KSRTC ബസ് സർവീസുകൾ വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെയാണ് സ്വകാര്യ ബസ് സർവീസുകളും ഇപ്പോൾ പ്രദേശത്തേക്ക് വരാതെയായത്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. നാട്ടുകാർക്ക് കയറിപ്പോകാനുള്ളതാണല്ലോ ബസ്. അത് ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ വെട്ടിക്കുറച്ചത് എന്തുകൊണ്ടാണ്? ആള് കയറുന്നില്ല എന്നതാണോ കാരണം? സുജയ, അഞ്ചുതെങ്ങിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് തീരശോഷണത്തിന് ആ സ്ഥലത്തിന്റെ ഒരു പരിമിതി അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ ഈ 5 ബസ് സർവീസുകളിൽ നിന്നും ഇപ്പോൾ ഒന്നാക്കി ചുരുക്കിയിരിക്കുന്നത്. നിലവിൽ RTOയുടെ വിവരാവകാശ പ്രകാരം തേടിയപ്പോൾ നിലവിൽ അവിടെ 5 ബസ് സർവീസുകളുണ്ട്. അതായത് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, കാരറ്റ്, വേങ്ങോട് ഈ ഭാഗങ്ങളിൽ നിന്നാണ് 5 സർവീസുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സർവീസുകൾ മുടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ KSRTC അവിടെ കട്ട് ചെയ്തിരുന്നു. അവിടെ 5 സർവീസുകൾ KSRTCക്കും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഒരു സർവീസായി KSRTCയും ചുരുങ്ങിയ ഇടത്താണ്. ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഈ സ്വകാര്യ ബസ്സുകൾ. പക്ഷേ ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളും പണിമുടക്കിയപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അഞ്ചുതെങ്ങിലെ പ്രദേശവാസികൾ മാറി. പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് ബസ്സിന് അവിടെ നിന്ന് വന്നു പോകാനുള്ള ഒരു സ്ഥലപരിമിതി ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബസ് ഉടമകൾ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. പക്ഷേ അതേസമയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്കോ പോകണമെങ്കിൽ നിലവിൽ ചിറയൻകീഴിലോ ആറ്റിങ്ങൽ ഭാഗത്തേക്കോ പോയിട്ട് ബസ്സുകൾ കയറി RCCയിലും മെഡിക്കൽ കോളേജിലെ ഭാഗങ്ങളിലേക്ക് വരേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മുതലപ്പൊടിയിലെയും അഞ്ചുതെങ്ങിലെയും പ്രദേശവാസികൾക്ക് അങ്ങനെ ഒരു ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറിന് ഈ പ്രദേശത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള അഞ്ചുതെങ്ങിലെ സജ്ജൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. എന്തായാലും അഞ്ചുതെങ്ങിലെ പ്രദേശവാസികൾ ആയിരക്കണക്കിനുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്, കുട്ടികളുണ്ട്, സ്കൂളുകളിൽ പോകുന്ന കുട്ടികളെല്ലാം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് സുജയ കടന്നു പോകുന്നത്.